ഫസ്റ്റ് ഡേ ഓഫ് കോളേജാണ് കേട്ടോ. അപ്പം ഞാൻ രാവിലെ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ വീടല്ല ഹോസ്റ്റലാണ് കണ്ടത്. അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ആദ്യമായിട്ടാണ് ഞാൻ ഹോസ്റ്റലിൽ നിൽക്കണത്. പിന്നെ ഇനി 4 വർഷം ഞാൻ ഇവിടെയാണല്ലോ. അപ്പോൾ പല്ല് തേക്കാനുള്ള സാധനമാനങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ പല്ല് തേക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇപ്പോഴും ഉറക്കത്തിൽ നിന്ന് എണീച്ചുകൊണ്ട് അന്തം പൂർണ്ണമായി വന്നിട്ടില്ല. അങ്ങനെ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ബെഡ് റെഡിയാക്കാൻ പോവാണ്. ബെഡ് റെഡിയാക്കിയപ്പോൾ ശരിക്കും എനിക്ക് എൻ്റെ ബെഡ് മിസ് ചെയ്തിട്ടോ. ഞാൻ എന്നും വീട്ടിലായിരുന്നപ്പോൾ ഇതുപോലെ രാവിലെ എണീച്ച് ബെഡൊക്കെ റെഡിയാക്കിയിരുന്നു. എൻ്റെ സ്വീറ്റിനെയും റോസിനെയൊക്കെ എനിക്ക് മിസ് ചെയ്യാനുണ്ട്. ഓരൊക്കെ എൻ്റെ ടെഡ്ഡി ബിയർ ആയിരുന്നു കേട്ടോ. ആദ്യം ഞാൻ ഓരി ഇങ്ങോട്ട് കൊണ്ടുവരാൻ കരുതിയിരുന്നു. പിന്നെ എന്തിനാ വെറുതെ ഓരിയും കൂടി ഇടങ്ങാറാക്കണോ കരുതി കൊടുന്നില്ല. അങ്ങനെ എൻ്റെ ടർക്കി എൻ്റെ പില്ലോ ഒക്കെ ഞാൻ റെഡിയാക്കി വെച്ചു. എന്നിട്ട് മുടിയൊക്കെ കെട്ടി വെള്ളമൊക്കെ കുടിച്ച് ഞാൻ പോവാണ് കേട്ടോ ഇങ്ങോട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് മോർണിംഗ് വ്യൂ ആണ് കേട്ടോ. അത് ഇവിടുത്തെ ബാൽക്കണിയാണ്. ബാൽക്കണി അല്ല, സിറ്റ് ഔട്ടാണ്. അവിടെ ഇരിക്കാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അന്നത്തെ ഫുഡ് എന്തായിരുന്നു വെച്ചാൽ ചപ്പാത്തി ഒരു എഗ് ആയിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെന്താ വെച്ചാൽ വീട്ടിലത്തെ പോലെയല്ല, അവിടെ സംസാരിക്കാനൊക്കെ കുറേ ആൾക്കാരുണ്ട്, കമ്പനി കൂട്ടാനൊക്കെ. അങ്ങനെ മുടി കെട്ടിയല്ലോ. അപ്പോൾ ഈ ഒരു സ്റ്റൈലാണ് കേട്ടോ ഞാൻ മുടി കെട്ടിയിരിക്കുന്നത്. മുടി കെട്ടിയതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അതിനുള്ള അവധിയൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. മുടി ബാക്കിലൊക്കെ കെട്ടി തന്നത് ഇവിടെയുള്ള കുട്ടിയെന്ന് കേട്ടോ. പിന്നെ അങ്ങനെ പുട്ടിയൊക്കെ ഇട്ട് വന്നല്ലോ. അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും ഒരു കോളേജിൽ പോയതിനാ ഇങ്ങനെയൊക്കെ ഒരുങ്ങണേന്ന്. അപ്പോൾ ഇവിടെ അങ്ങനെയാണ് കേട്ടോ. നമ്മൾ സാധാരണ സ്കൂളിൽ ചെന്ന് ഹോംവർക്ക് ചെയ്തിട്ടില്ലേ പഠിച്ചിട്ടില്ലേ എന്ന് പറഞ്ഞാൽ ചീത്ത അറിയണ പോലെ തന്നെ ഇവിടെ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടില്ലേ നെയിൽ പോളിഷ് ഇട്ടിട്ടില്ലേ പറഞ്ഞിട്ട് ചീത്ത അറിയും കേട്ടോ. അവിടെ ഇതുപോലെ ഇങ്ങനെ ഒരുങ്ങി കിട്ടി പോകണം. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്. ഫോർമൽ ഡ്രസ്സാണ് ഇടാൻ പറഞ്ഞിരിക്കുന്നത് യൂണിഫോം കിട്ടണത് വരെ. യൂണിഫോം അടുത്ത മന്തായിട്ട് കിട്ടണ്ടാവും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഹോസ്റ്റലിൽ പേരൊക്കെ എഴുതിങ്ങാണ്ട് പോവുകയാണല്ലോ. അപ്പോൾ കുട ചൂടിയിട്ടോ പോകുന്നത്. കുട എന്തായാലും എടുത്തുക്കണത് മഴ പെയ്യോ കരുതിയിട്ടാണ്. അപ്പോൾ ഏതായാലും എടുത്തുകൊണ്ട് പിന്നെ വെയിലൊക്കെ ആയതുകൊണ്ട് പിന്നെ അങ്ങനെ ചൂടിപ്പോയി. ഹോസ്റ്റലിൽ നടക്കാനുള്ള ദൂരമുള്ളൂ കേട്ടോ എനർജിക്ക്. അങ്ങനെ ഞാൻ ക്ലാസ്സിലെത്തിയിട്ടോ. ഇവിടെ എനിക്ക് ഇഷ്ടമായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ AC ഉണ്ട്. മേക്കപ്പ് ഇടാൻ പറയണ പോലെ തന്നെ ഓരോരോ സൈഡിൽ നിന്ന് ക്ലിയർ ആക്കിക്കണു AC ഒക്കെ വെച്ചിട്ട്. അങ്ങനെ ഇൻ്റർവെൽ ടൈമിലാണ് കേട്ടോ ഗ്രൂമിങ് റൂമൊക്കെ വെറുതെ വന്നേണ്. ഞങ്ങൾക്ക് 12:30 12:45 1 മണിൻ്റെ മുന്നായിട്ടാണ് ക്ലാസ് കയ്യിൽ. അതിൻ്റെ ഇടയിൽ ഒരു ഇൻ്റർവെൽ ഉണ്ടാവും. പിന്നെ 2 പീരീഡാണ് കേട്ടോ ഉള്ളത്. ഇൻ്റർവെല്ലിൽ ജസ്റ്റ് 50 മിനിറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ പുറത്തൊന്നും പോവില്ല. ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഗ്രൂമിങ് റൂമിലൊക്കെ വന്ന് നിൽക്കും. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഹോസ്റ്റലിൽ പോവുകയാണല്ലോ. അപ്പോൾ വീണ്ടും കുട ചൂടിയിട്ടാണ് പോരണത്. അപ്പോൾ അതിന് മുന്നേയായിട്ട് എനിക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് BBA രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിങ്ങാണ്ട് ബ്ലഡ് ഏതാണെന്നൊക്കെ അറിയണം. അപ്പോൾ എൻ്റെ ബ്ലഡ് ഏതാണെന്ന് എനിക്ക് ഇതുവരെ ആയിട്ട് അറിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ ബ്ലഡ് ചെക്ക് ചെയ്യാൻ പോയതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഏതായാലും ഒരുങ്ങി കെട്ടിയതല്ലേ, പുതിയൊരു ബാക്ക്ഗ്രൗണ്ട് കിട്ടിയതല്ലേ കരുതിയിട്ട് റീൽസൊക്കെ എടുത്തിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ച് ഹോസ്റ്റലിൽ പോവുകയാണല്ലോ. അപ്പോൾ എൻ്റെ കൂടെയുള്ള കുട്ടിൻ്റെ പേര് നേഹ എന്നാണ് കേട്ടോ. നേഹ ഭയങ്കര കോമൺ നെയിം ആയതുകൊണ്ട് ഞാൻ എവിടെ പഠിച്ചാലും സീനിയറായിട്ടോ അല്ലെങ്കിൽ ജൂനിയറായിട്ടോ എനിക്ക് നേഹ പറഞ്ഞൊരു കുട്ടി ഉണ്ടാവും. പക്ഷെ ക്ലാസ്മേറ്റ് ആയിട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. പക്ഷെ ഇപ്രാവശ്യം അതുമായി. അപ്പോൾ ഫുഡ് കഴിക്കുകയാണ്. ഫുഡ് നല്ല ടേസ്റ്റുള്ള ഫുഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഞങ്ങൾ മാറ്റിക്കെട്ടി എങ്ങോട്ടാണ് പോണത് വെച്ചാൽ SM സ്ട്രീറ്റിലേക്ക് പോവാണ് കേട്ടോ. എനിക്ക് സാധനം വാങ്ങാണ്ടായിരുന്നു. എല്ലാവർക്കും അല്ലറ ചില്ലറ സാധനങ്ങൾ. എനിക്ക് പിന്നും അതുപോലെ ബെൽറ്റും വാങ്ങാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിങ്ങാണ്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ പോയത് ഓട്ടോറിക്ഷയിലായിരുന്നു കേട്ടോ. ഈ എല്ലാവരും അതിൽ കുത്തി തിരക്കിയാണ് പോയത്. കണ്ടില്ല, ഇങ്ങനെ മടിയിലൊക്കെ വെച്ച് കെട്ടിയിട്ടാണ് പോയിരുന്നത്. അപ്പോൾ SM സ്ട്രീറ്റൊക്കെ പോണതിന് മുന്നായിട്ട് ഞങ്ങൾ അവിടെ അടുത്തുള്ളൊരു പാർക്കൊക്കെ പോയിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ റീൽസും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇഷ്ടംപോലെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തിട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ SM സ്ട്രീറ്റിൽ പോയപ്പോൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. വേഗം സാധനം വാങ്ങി പോരുകയാണ് ചെയ്തത്. എനിക്ക് ആദ്യം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഹോസ്റ്റലിൽ നിൽക്കണ കാര്യത്തിൽ. ഇപ്പോൾ ഒരു 2-3 ദിവസം നിന്നപ്പോൾ പിന്നെ എനിക്ക് എല്ലാം കൊണ്ട് റെഡിയായി. എന്നാലും എനിക്കെൻ്റെ വീട്ടിലത്തെ ഫുഡ്, നാട്, എൻ്റെ പഴയ ഫ്രണ്ട്സ് എനിക്ക് നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്കല്ല ഹോസ്റ്റലിലേക്ക് എത്തി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. കണ്ടോ, രാത്രിക്കത്തെ വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. ഞങ്ങൾ രാത്രിയിലോട്ട് എത്തിയത്. അതിന് മുന്നെത്തിക്കണോ വീഡിയോ ഇപ്പം എടുത്തു എന്ന് തന്നെ ഉള്ളൂ. എന്നിട്ട് പിന്നെ ഫുഡ് കഴിക്കുകയാണ്. ഫുഡ് ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പപ്പടം, പിന്നെ എന്തോ ഒരു ഉപ്പേരി, പിന്നെ സാമ്പാറൊക്കെ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ നോട്ട്സ് എഴുതാണ്. എനിക്കിഷ്ടം പോലെ എഴുതാണ്ട്. കാരണം ഞാൻ വൈകിട്ടാണ് ചേർന്ന് നിൽക്കുന്നത്. അവർക്ക് സിലബസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, പക്ഷേ ബേസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ബേസൊക്കെ എനിക്ക് നോട്ടിൽ എഴുതിയെടുക്കാണ്ട് കേട്ടോ.
അപ്പം അങ്ങനെ എഴുതി കഴിഞ്ഞു കേട്ടോ, ഏതായാലും 2 ദിവസം കൊണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് ഇതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുകൊണ്ടു ഇനി എന്തൊക്കെ കണ്ടൻസ് വേണം എന്നുള്ളത്. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.